നമുക്കിന്നൊരു രസം ഉണ്ടാക്കാം കേട്ടോ. ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ചോറൊക്കെ കഴിക്കണം തോന്നിയാൽ അതിനു വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ രസം. അതിനാവുമ്പോൾ എനിക്ക് ഉപ്പേരി ഒന്നും വേണ്ടേ. കുറച്ച് ചോറൊക്കെ എടുത്ത് അതിൽ കുറേ രസം ഒഴിച്ചിട്ട് ഒരു കഞ്ഞി പോലെയാക്കും. അതിൻ്റെ കൂടെ പപ്പടമൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇന്ന് പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 മുളകാട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ പുതിർത്ത് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഞാൻ ഇന്നൊരു ചെറിയൊരു വെറൈറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. രസത്തിന്റെ കളറ് എപ്പോഴും പുളീനെ ബേസ് ചെയ്തിട്ടുണ്ടാവുമേ. എത്ര മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പുളി കറുത്തതാണെങ്കിൽ കുറച്ച് കറുത്ത കളറായിരിക്കും കേട്ടോ. പുതിയ പുളിയാണെങ്കിൽ വേറൊരു കളറായിരിക്കും. ഈ ഒരൊറ്റ തക്കാളിയും ഒരു കഷ്ണം തക്കാളിയും എടുക്കുന്നുണ്ടേ. ആദ്യം ഈ ഒരു തക്കാളീനെ നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ ഒന്ന് ആക്കുക. അതിൻ്റെ എല്ലാം പുറത്ത് വരണം കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാകുന്ന പോലെ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് പിശീന്നാക്കണേ. നമ്മളിപ്പോൾ ഇതിൽ പരിപ്പിൻ്റെ വെള്ളമോ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ ഞാനൊരു പൊടി ഇടുന്നുണ്ട്. അത് ഞാൻ തന്നെ പൊടിച്ച ഒരു പൊടിയാണ്. അതിൻ്റെ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും രസത്തിൻ്റെ പൊടി ഉണ്ടാക്കാനൊക്കെ. ജീരകവും കുരുമുളകും മല്ലിയൊക്കെ കൂട്ടിയിട്ട് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കഞ്ഞിവെള്ളം ആവശ്യമുണ്ട്. ചോറ് വേവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം കേട്ടോ. ചോറ് വേവല്ല, അരി വേവുന്നേ ഉള്ളൂ. അപ്പോൾ അരിയൊക്കെ വെന്ത് ചോറായി കഴിയുമ്പോൾ കഞ്ഞിവെള്ളം ഇല്ലേ, അതാണ് നമ്മൾ ഇന്ന് ഇതിനു വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറേ പണിയുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ തോലൊന്നും കളയുന്നില്ല. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് തോല് കളയണ്ടാത്തത് കൊണ്ട് നമ്മൾ ചെറിയ വെളുത്തുള്ളി നോക്കിയെടുക്കുകയാണേ. അതാവുമ്പം ചതക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളതിൽ ചെറുതൊക്കെ നോക്കി പിന്നെ കുറച്ച് വലുതെടുത്തു. ഒരു തക്കാളിക്ക് ഞാൻ ഒരു പിടി വെളുത്തുള്ളിയാണ് എടുത്തത്. വെളുത്തുള്ളി ഇല്ലാതെയും ചിലവർ രസം ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളി നല്ലോണം കഴുകുക. എന്നിട്ട് നമ്മൾ തോല് കളയാത്തത് കൊണ്ടാണേ. എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് കേട്ടോ. ഒന്നും കഴുകിയില്ല, എല്ലാം ഒരുമിച്ച് കഴുകാൻ വെച്ചതാണേ. അപ്പം അത് ഈ തക്കാളിയിൽ ഇട്ടിട്ട് നമുക്കത് നമ്മളെ കൈ കൊണ്ട് ചതയ്ക്കാൻ പറ്റൂല. അപ്പം നമുക്ക് നമ്മളുടെ ഇടികല്ലിനെ കൂട്ടുപിടിച്ചിട്ട് എല്ലാത്തിനും നന്നായിട്ട് ചതയ്ക്കാം കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇടികല്ലിൻ്റെ അതിൽ വെച്ചിട്ട് ചതച്ചാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് തോണ്ടിയിട്ട് അപ്പോൾ വെളുത്തുള്ളീൻ്റെ കുറച്ച് നീരൊക്കെ പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇടിക്കുന്നത്, നീരൊന്നും തീരെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പാത്രത്തിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് ചളുങ്ങൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊരു ഇടിയൊക്കെ കിട്ടുന്നത് ഇതിന് പതിവാണ്. അതുകൊണ്ട് അതിനറിയേ. അപ്പോൾ നിങ്ങൾ ഈ വെളുത്തുള്ളി പുറത്തുനിന്ന് ഇടിച്ചിട്ട് ഇതിൽ കൊണ്ടുവന്ന് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ വെളുത്തുള്ളീനെ മാത്രം ആക്കണ്ട, 2 ഇടി നമുക്ക് തക്കാളിക്കിട്ടും കൊടുക്കാം. പിന്നെ ഒരു അരക്കഷ്ണം തക്കാളി, ഞാൻ വലിയൊരു തക്കാളീൻ്റെ അരക്കഷ്ണം ഞാൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ ഈ സദ്യയിലൊക്കെ കാണൂലേ, ഒരു വലിയ തക്കാളി, വലിയൊരു കഷ്ണം തക്കാളി ഇട്ടുക. അപ്പം അതിൻ്റെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണേ. ആ ഇടിച്ച കല്ലിലുള്ള വെളുത്തുള്ളീൻ്റെ നീര് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അതിൽ കൂടിയാക്കി ഒരു ഗ്ലാസ് വെള്ളം, അതാണ് കേട്ടോ ലേശം വെള്ളം പോലെ ആയത്. അല്ലാതെ ഇത് തക്കാളീൻ്റെ വെള്ളമൊന്നും അല്ലേ. ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്ക് കുറച്ചിടാം, ബാക്കി പിന്നെ ഇടാം കേട്ടോ. ഇനി നമ്മൾക്ക് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചിട്ട്, ചില സദ്യയിലൊക്കെ പുളി ഇങ്ങനെ പിഴിഞ്ഞിട്ട് ചില സമയം ഒന്നാകെ പുളി അങ്ങോട്ട് ഇടുന്നേം കണ്ടിട്ടുണ്ടേ. നമുക്ക് ചില സമയം പുളിയൊക്കെ കിട്ടാറുണ്ട്. പുളീൻ്റെ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ കിട്ടൂലേ. ഞാനിപ്പോൾ അരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിങ്ങനെ എൻ്റെ ഒരു കയ്യിൽ ഫോണുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഇത് നല്ലോണം പിഴിഞ്ഞ് അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. അരിച്ചിട്ടാട്ടോ ഒഴിച്ചത്. നമ്മൾ ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളം കൂടി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഈ പുളിവെള്ളം ആ ഒരു കുപ്പീൻ്റെ അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. നേർത്ത കഞ്ഞിവെള്ളമാണ്. അധികം 3 ആളെ ഞങ്ങളുള്ളൂ. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചോറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേർത്ത കഞ്ഞിവെള്ളമായിരുന്നു അത്. ആ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അതും ഒഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ടേ. അതുകൊണ്ട് ഞാനിത് അടുപ്പത്ത് വെക്കുകയാണ്. അടുപ്പത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടച്ച് വെക്കണേ, അല്ലേ അതിൻ്റെ മണമൊക്കെ അങ്ങ് പോവും. നമ്മൾ വെല്ലം ഇടാനുണ്ട്.
അപ്പോൾ ഈ ഒരു കുഞ്ഞു കഷ്ണം വല്ലതും ഉണ്ട്, അത് മതിയാവൂല, ഈ വലിയ കഷ്ണം വേണ്ട. അപ്പൊ ഇതിന്റെ നേർ പകുതിയാക്കിയിട്ട് ആ ഒരു അരക്കഷ്ണം ഇടാട്ടോ. രസത്തിന് എപ്പോഴും കുരുമുളക് പൊടിന്റെ എരിവാണ് മേലെ നിൽക്കേണ്ടത്. പിന്നെ മധുരവും ഉണ്ടാവണം, അതായത് കുടിക്കുമ്പോൾ മധുരവും വയറ്റിലെത്തുമ്പോൾ എരിവും, അങ്ങനെയാണേ വേണ്ടത്. അപ്പൊ ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പിശിക്കാതെ ഒരു അരമുറി വെല്ലത്തിന്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കരിവേപ്പിലയും മല്ലിച്ചപ്പും. ഈ മല്ലിച്ചപ്പ് എൻ്റെ ഈ മല്ലിയാട്ടോ ഉള്ളത്. ഇതിനെന്തായിരുന്നു, ആഫ്രിക്കൻ മല്ലി എന്നോ എന്തോ പറയും. ഭയങ്കര കുത്തലാണേ. ആ കുത്തൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് നല്ലോണം കഴുകിയിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇടുക കേട്ടോ. ഇപ്പോഴല്ല, നമ്മളെ പുളിയൊക്കെ നല്ലോണം ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് പൊടിയും ഈ കരിവേപ്പിലയും കൂടി ഒരുമിച്ചിടുക. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പൊടി, ഇത് ഞാൻ തന്നെ പൊടിച്ചതാട്ടോ. ഇനി ഇത്രയാണ് ബാക്കി. ഞാൻ ഇങ്ങനെ ഈ ഒരു കുപ്പിയിൽ നിറച്ചാക്കി വെക്കും. ജീരകം, കുരുമുളക്, മുളക്, മല്ലി, ഇതെല്ലാം കൂടി സമാസമം എടുത്തിട്ട് പൊടി വറുത്ത്, എണ്ണയൊന്നും ഇല്ലാതെ വറുത്ത് തരി തരിയായി പൊടിച്ചു വെച്ചതാണ്. എന്നിട്ട് നല്ലോണം അടച്ചു വെക്കണം കേട്ടോ, അതിന്റെ മണമൊന്നും പോകാൻ പാടില്ല. നമ്മളുടെ രസം ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് പതിയെ ആവുള്ളൂ. മെല്ലെ നല്ലോണം തിളച്ച് വേവട്ടെ കേട്ടോ, മെല്ലെ ആക്കണ്ടു. തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കണ്ട. അപ്പോൾ ഒരു 2 സ്പൂണ് ഞാൻ ആ പൊടി ഇട്ടിട്ടുണ്ട്. എനിക്കിനി ഒരു രസത്തിനും കൂടിയുള്ള പൊടി ബാക്കിയുണ്ട്. ഇതൊരു തരിതരിയാണ് കേട്ടോ പൊടിക്കുക. നമ്മൾ വാങ്ങുന്ന പൊടി നല്ല നൈസായിരിക്കും, ഇതൊരു തരിതരി ഉണ്ടാവുക എപ്പോഴും. കായം എല്ലാം കൂടി കൂട്ടി പൊടിച്ചതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇതിവിടെ ഇങ്ങനെ ഇളക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മളുടെ രസം തിളച്ചോന്ന് ഒന്നും കൂടി നോക്കട്ടെ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് ഒന്ന് നല്ലോണം തിളപ്പിച്ചിട്ട് ഓഫാക്കാം. നമ്മളെ രസം തിളച്ചിട്ടുണ്ട്, പക്ഷേ വെന്തിട്ടില്ല. വെളുത്തുള്ളിയൊക്കെ കണ്ടിട്ട് വേവാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അധികം നേരം തുറന്നു വെക്കുന്നില്ല, വേഗം വേവ് നോക്കിയപ്പോൾ വേവ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കി അപ്പം തന്നെ അടച്ചു വെക്കുകയാണേ. അതിൻ്റെ മണം പോയിട്ടുണ്ടെങ്കിൽ ഒരു രസമില്ല. ഇത് ഭയങ്കര മണമായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ എത്തും. അങ്ങനെ മണം പോയിട്ടുണ്ടെങ്കിൽ അവർ ഹായ് നല്ല മണം എന്ന് പറഞ്ഞാൽ കറീൻ്റെ ടേസ്റ്റ് പോവും. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടേ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഈ മസാലക്കൂട്ട് അതിലേക്ക് ഒഴിക്കാം. കരിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ എല്ലാവരും ലാസ്റ്റൊക്കെയാണ് ഇടുക, ഞാനിപ്പോഴേ ഇട്ടിട്ടുണ്ടേ. ഇങ്ങനെ ഇട്ടാലും മതി കേട്ടോ, അപ്പം അതിൻ്റെ സത്തൊക്കെ നല്ലോണം ഇറങ്ങി വരും. അപ്പോൾ ഇനി ഇതിനൊരു വറവും കൂടി ഇട്ടാൽ നമ്മളുടെ രസത്തിൻ്റെ പരിപാടി കഴിയും. പക്ഷെ ഇതൊന്ന് തിളയ്ക്കണേ. ഇനി നമ്മൾ തീ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, നമ്മളിട്ട വെല്ലമൊക്കെ ഉരുകി ഫുള്ള് കാണാതെയൊക്കെ ആയിട്ടുണ്ടേ. വറവിടാൻ വേണ്ടിയിട്ട് എണ്ണയിൽ കടുക് മാത്രം വറവിടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിന് പരിപ്പൊന്നും ഇടുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ പരിപ്പൊന്നും ഇട്ടിട്ടില്ല. കൊഴുപ്പ് പോലെയല്ല, കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാവുക കേട്ടോ രസം പിന്നെ വെള്ളം പോലെയാണല്ലോ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതിന്റെ തെളി ഊറ്റൽ കുടിക്കണം. അയ്യോ ഭയങ്കര ടേസ്റ്റാണേ. അപ്പൊ നമ്മളുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നമുക്കെടുത്ത് ആദ്യം മാറ്റി വെക്കാം. അടുത്തടുത്ത് വീടുകളായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണം പരക്കുവേ. രസത്തിനൊക്കെ പ്രത്യേകിച്ച് ഒരു മണമാണ്. ഞാൻ വേറെ ഒന്നും അല്ല കേട്ടോ പറയുന്നത്. അപ്പം ഞാൻ ചോറ്, എനിക്കിന്ന് ഉപ്പേരി ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് രസം ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഇപ്പം ഞാൻ ഇത്ര ചോറേ കഴിക്കുള്ളൂ എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇങ്ങനെ ഞാൻ 2 പ്രാവശ്യമൊക്കെ എടുക്കുവേ. കുറച്ചിട്ടുണ്ട്, എന്നാലും 2 പ്രാവശ്യം എടുക്കൂ കേട്ടോ. ഓണത്തിനോ വിഷുവിനോ ഒന്നും കാത്തിക്കണ്ട, നിങ്ങൾ ഒന്ന് ഇങ്ങനെ കഞ്ഞിവെള്ളം വെറുതെ കളയല്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് രസം ഉണ്ടാക്കി നോക്കണേ. കഞ്ഞിവെള്ളത്തിന്റെ സ്വാദ് വരുമൊന്നുമില്ല കേട്ടോ, ഞാൻ പറയുന്ന കൊഴുപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണേ. വെളുത്ത പപ്പടാട്ടോ ഇതിന് വേണ്ടിയിരുന്നത്, പപ്പടവും ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ റെസിപ്പീസൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാത്തത് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.